നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം. ദ്വാരപാലക കേസ്, കട്ടിളപ്പാളി കേസ് എന്നിവയിൽ പ്രതിയായ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് നിർണായക വിധി വന്നിരിക്കുകയാണ്. തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. SITക്ക് കനത്ത തിരിച്ചടിയായി. അതായത് അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു തിരിച്ചടിയാണ് SITക്ക് തന്ത്രിയുടെ ജാമ്യത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. തന്ത്രിയുടെ അനുജ്ഞയാണ് എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന SITയുടെ വാദം അത് അപ്രസക്തമായി പോയിരിക്കുകയാണ്. ശബരിമല മോഷണത്തിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിലും തന്ത്രി കണ്ഠർ രാജീവന് മുഖ്യ പങ്കുണ്ട് എന്ന വാദം SIT മുന്നോട്ട് വെച്ചിരുന്നു. ആ വാദത്തിനും പ്രസക്തി ഇല്ലാതായിരിക്കുന്നു. എന്തായാലും തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുള്ള 2.5 കോടിയോളം രൂപയുടെ നിക്ഷേപം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 2.5 കോടിയോളം രൂപയുടെ നിക്ഷേപം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ വാദം. തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും SIT കോടതിയിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ വാദങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ലാതെ പോയിരിക്കുന്നു. എന്തായാലും തന്ത്രിക്ക് ജാമ്യം കിട്ടി. തന്ത്രിയുടൻ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിൽ തന്നെ കുടുക്കിയതാണ് എന്നാണ് തന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന വാദം. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടത്. ബോർഡിന്റെ മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ തനിക്ക് അധികാരമില്ല എന്നതടക്കമുള്ള വാദങ്ങൾ തന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും മുന്നോട്ട് വെച്ച വാദങ്ങൾ, അതായത് SIT മുന്നോട്ട് വെച്ച വാദങ്ങളൊന്നും അവർക്ക് തെളിയിക്കാനായില്ല. ആ സാഹചര്യത്തിൽ തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ശബരിമല മോഷണ കേസിൽ അറസ്റ്റിലായ പോറ്റി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികൾക്ക് നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. പക്ഷേ അതെല്ലാം കുറ്റപത്രം വൈകിയത് മൂലമുള്ള സ്വാഭാവിക ജാമ്യമായിരുന്നു. തന്ത്രിക്ക് അറസ്റ്റിലായി 41ാമത്തെ ദിവസമാണ് ജാമ്യം കിട്ടിയത്. എന്തായാലും നിർണായകമായ കേസിൽ നിർണായകമായ വഴിത്തിരിവ്. തന്ത്രി കണ്ഠർ രാജീവർക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 3 കേസുകളിൽ ഇപ്പോൾ തന്ത്രിക്ക് ആശ്വാസമായിരിക്കുന്നു. ജാമ്യ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഉടനെ പുറത്തേക്ക് ഇറങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകളില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് SITക്ക് വലിയ തിരിച്ചടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നത് അവരുടെ വലിയ വീഴ്ചയായിട്ടാണ്, അവരുടെ ഒരു തിരിച്ചടി, അവർക്ക് പരാജയമായിട്ട് തന്നെയാണ് കരുതുന്നത്. തന്ത്രിക്ക് താന്ത്രികപരമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന വാദം കോടതി അംഗീകരിച്ചു. പ്രഥമ ദൃഷ്ടിയാൽ തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകളില്ല. ആ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് SITക്ക് തിരിച്ചടി. തന്ത്രിക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. മാത്രമല്ല തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചുകൊണ്ടായിരുന്നു കർശന ഉപാധികളോടെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ തന്ത്രിയുടെയും ഭാര്യയുടെയും സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് നിർണായക തെളിവുകൾ SIT ഹാജരാക്കിയിരുന്നു. ഇരുവരുടെയും പേരിൽ കണക്കിൽപ്പെടാത്ത വൻ നിക്ഷേപമുണ്ടെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിയുടെ സാമ്പത്തിക സ്രോതസ് ദുരൂഹമാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടയാളാണ് താനെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് തന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വാസുവിനും മുരാരി ബാബുവിനും പിന്നാലെയാണ് തന്ത്രി കണ്ഠർ രാജീവർക്കും ജാമ്യം കിട്ടുന്നത്. ജാമ്യം കിട്ടുന്ന 6ാമത്തെ പ്രതിയാണ് തന്ത്രി. ജനുവരി 9-നാണ് തന്ത്രി അറസ്റ്റിലായത്. 90 ദിവസമാകുന്നതിന് മുൻപ് ജാമ്യം കിട്ടുന്ന 2ാമത്തെ പ്രതിയാണ് തന്ത്രി. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനും ജാമ്യം കിട്ടിയിരുന്നു. അതേസമയം ജാമ്യം തേടി A പത്മകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ. കട്ടിളപ്പാളി കേസിലാണ് സ്വാഭാവിക ജാമ്യം തേടിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ 90 ദിവസമായിട്ടില്ല. ഫെബ്രുവരി 19-ന് വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. 90 ദിവസമായാൽ മാത്രമേ സ്വാഭാവിക ജാമ്യത്തിനായി അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. കട്ടിളപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം ആയിട്ടുണ്ട്. പക്ഷേ ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം ആയിട്ടില്ല. KP ശങ്കർദാസിന്റെ 2 ജാമ്യ ഹർജികൾ 23-ന് പരിഗണിക്കും. ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയാണ് ശങ്കർദാസ് ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കേസിലെ മറ്റൊരു പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയിലേക്ക് വഴിമാറി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നിർണായക കണ്ടെത്തൽ. തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. മാത്രമല്ല ദേവസ്വം ബോർഡിൽ നിന്ന് തന്ത്രി 7 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുകയാണ്.
വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് അരങ്ങേറിയതെന്ന് നോക്കാം. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ബന്ധമുള്ളൂ എന്ന് തന്ത്രി വാദിച്ചു. ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ തനിക്ക് കഴിയില്ല. ഇങ്ങനെയാണ് തന്ത്രിയുടെ അഭിഭാഷകൻ ജാമ്യ ഹർജിയിൽ വാദം ഉന്നയിച്ചത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആരോപണങ്ങളെ പ്രതിഭാഗം എതിർത്തു. പക്ഷേ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ ഈ ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആവശ്യം. ജാമ്യം കിട്ടിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും വിജിലൻസ് വ്യക്തമാക്കി. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. മാത്രമല്ല, ഈ കേസിന്റെ പശ്ചാത്തലവും നടപടികളും ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു കേസാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കട്ടിളപ്പാളി, ദ്വാരപാലക സ്വർണ്ണക്കൊള്ള കേസുകൾ. ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലുകൾ സ്വർണം പൊതിയുന്നതിനും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശുന്നതിനും ഭക്തരിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും സമാഹരിച്ച സ്വർണത്തിലും പണത്തിലും വലിയ ക്രമക്കേട് നടന്നു എന്നതാണ് കേസ്. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ സ്വർണത്തിന്റെ അളവിലും ഗുണനിലവാരത്തിലും കുറവ് വലിയ രീതിയിൽ കണ്ടെത്തി. കട്ടിളപ്പാളിക്കും ദ്വാരപാലക ശില്പങ്ങൾക്കുമായി ഉപയോഗിക്കേണ്ടിരുന്ന സ്വർണത്തിൽ വലിയൊരു ഭാഗം തട്ടിയെടുത്തെന്നും ഇതിന് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തന്ത്രി ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളും തന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതേസമയം തന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണോ, ആ കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇന്നത്തെ വിധി കേസിന്റെ ഭാവി ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണ്. എന്തായാലും തന്ത്രിക്ക് ജാമ്യം കിട്ടി. ഇനി മറ്റു നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഈ കേസിൽ വഴിത്തിരിവ് സംഭവിച്ചോ, മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നതും അറിയേണ്ടതായിട്ടുണ്ട്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് SIT ജയിലിലെത്തി കട്ടിളപ്പാളി കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജനുവരി 9 തന്ത്രിയുടെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അവസാനമായി അറസ്റ്റ് ചെയ്തത് തന്ത്രിയായിരുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ബന്ധമുള്ളതെന്നും ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. എന്തായാലും ഇപ്പോൾ ഒരു ജാമ്യത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി എന്താണ് ഈ കേസിനെ സംബന്ധിച്ച് മറ്റു നീക്കങ്ങൾ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതിനിടയിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ജയിലിലായിരിക്കവേ തന്ത്രി കണ്ഠർ രാജീവർ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ശബരിമലയിൽ അംഗഭംഗം എന്ന പാളി തിരികെ സ്ഥാപിക്കുന്നത് ശരിയല്ല എന്ന് തന്ത്രി കണ്ഠർ മഹേശ്വർ മോഹനർ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പരിശോധനയുടെ ഭാഗമായി പാളിയിൽ നിന്ന് ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. അംഗഛേദം ചെയ്ത് പാളികൾ തിരികെ സ്ഥാപിക്കുന്നത് ശരിയല്ലെന്നും പോരായ്മകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകി. പാളികൾ തിരികെ സ്ഥാപിക്കണമെന്നോ വേണ്ടെന്നോ നിലപാട് തന്ത്രി സ്വീകരിച്ചിട്ടില്ല. ദ്വാരപാലക ശില്പത്തിന്റെ പാളി ആദ്യം സമർപ്പിച്ചുള്ള രീതിയിലല്ല അംഗഛേദം സംഭവിച്ചിട്ടുണ്ട്. തിരികെ അതേ രീതിയിൽ സ്ഥാപിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് ദേവസ്വം ബോർഡിനോട് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. പോരായ്മ പരിഹരിക്കണമെന്ന തന്ത്രിയുടെ കത്തിലെ ആവശ്യം ഹൈക്കോടതി അറിയിക്കാനാണ് ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ദ്വാരപാലക ശില്പപാളിയുടെ ശ്രീകോവിലിന്റെ മറ്റു ഭാഗങ്ങളിലെ പാളിയുടെയും സാമ്പിൾ SIT ശേഖരിച്ചിരുന്നു. മൂന്നാമത്തെ തവണ കൂടുതൽ വലിയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. 4 സെന്റിമീറ്റർ വരെയുള്ള ഭാഗങ്ങളാണ് മുറിച്ചു മാറ്റിയത്. അതിനാൽ പാളികൾക്ക് അംഗഛേദം വന്നിട്ടുണ്ട് എന്നാണ് തന്ത്രിയുടെ വിലയിരുത്തൽ. ഈ സ്വർണ്ണപാളികളിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കുന്നതിനായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം വലിയ ഭാഗങ്ങൾ മുറിച്ചെടുത്തത്. ദ്വാരപാലക ശില്പത്തിന്റെ കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് പരിശോധനയ്ക്കായി മുറിച്ചു മാറ്റിയത്. ഇത്തരത്തിൽ അംഗഭംഗം വന്ന സ്വർണ്ണപ്പാളികൾ ദീർഘകാലം ശ്രീകോവിലിൽ നിലനിർത്താൻ കഴിയില്ലെന്നാണ് തന്ത്രി ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.